ഹലോ ഗായ്സ്, കഴിഞ്ഞ തവണ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വലിയ വീഡിയോ അല്ല, ഒരു ഷോർട്ട് വീഡിയോ ഉണ്ടായിരുന്നു. കൂർക്ക കൃഷി ചെയ്തിരിക്കുന്ന കേട്ടോ ഒരു സ്ഥലത്ത്. അതായത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണ്. അപ്പോൾ വീടിന്റെ ബാക്ക് സൈഡിൽ കൂർക്ക കൃഷി ചെയ്തിരിക്കുന്നതാണ്. വളരെ മനോഹരമായിട്ടാണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ അന്നത്തെ ഈ ഒരു കണ്ടതിൽ സ്ട്രക്ചറിൽ എന്ന് വെച്ചാൽ ഈ വാഴ ഇല്ലായിരുന്നു കേട്ടോ. പിന്നീടാണ് ഈ ഒരു വാഴയെ കൊണ്ട് പിടിപ്പിച്ചിരിക്കുന്നത്. അന്നൊക്കെ ചെറിയ തൈകളായിരുന്നു. അപ്പോൾ വളരെ മനോഹരമായിട്ടാണ് നട്ടിരിക്കുന്നത്. ഇത്രയും ഇതിലൊരു വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കൂർക്കയാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. പിന്നെ വാഴ ഇതൊക്കെ ആയിട്ട്. ഇത് മാത്രമല്ല, പല കൃഷികളും ഉണ്ട്. ഞാനൊരു വീഡിയോ ഞാനത് പോസ്റ്റ് ചെയ്യാം. ഇതിന്റെ കൂടെ മുന്നേ ഉള്ളൊരു വീഡിയോയും പോസ്റ്റ് ചെയ്യാം, ഇപ്പോഴുള്ളൊരു വീഡിയോയും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണുക. കൂർക്ക കൃഷിയാണ് ഇത് മക്കളെ. ഇത് കൂർക്ക കൃഷി കണ്ടു നോക്കും. ഒരു വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇതൊക്കെ അത്യാവശ്യം ഈ പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഒരുപാട് തൈകളാണ് ഒരു നട്ട് പിടിപ്പിച്ചിട്ടെടുത്തിട്ടുള്ളത് കേട്ടോ. ഇലകൾ ഇത്രയും വളർന്നു എന്ന് വെച്ചിട്ട് പിന്നെ ഇത്രയും കായകൾ അതിന് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതിനിപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനത് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടേക്കാം. ഇതാണ് ആ കൂർക്ക കൃഷി എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇവിടെ ഒരു ഫാമിലി അല്ല, ഒരു 2-3 ഫാമിലിയൊക്കെയാണ് ഇതിൽ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് തന്നെ. ഇത് ഒരു കോമൺ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അവരുടെയാണ്, മറ്റുള്ള അല്ല, അവരുടെ തന്നെ കോമൺ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് ഈ കൂർക്ക കൃഷി ചെയ്തിരിക്കുന്നത്. കൂർക്ക കൃഷിയും വാഴയും ഇതുപോലെ തന്നെ മറ്റ് കൃഷികൾ ഇവിടെ തന്നെ ഉണ്ട്. ഏകദേശം പറഞ്ഞാൽ വാഴ, പിന്നെ നമ്മൾ ഈ ജാതിമരം, പിന്നെ കപ്പ, ഇതൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. കപ്പ, മഞ്ഞൾ, ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഏകദേശം നന്നായിട്ട് ഇവിടെ വളർന്ന് പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൂവ, പിന്നെ നമ്മുടെ ഈ വാഴ, ഒരു ഏകദേശം ചെടികളൊക്കെ ഇവിടെ ഉണ്ട്. ചെടികൾ മീൻസ് കൃഷിയിൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു കറിക്ക് ആവശ്യമായിട്ട് എടുക്കാനുള്ള സാധനങ്ങളുണ്ട്. ഇത് പുറമെ ഇവർക്ക് വിൽക്കാനായിട്ടുള്ളൊരു പർപ്പസിനും വീട്ടിലത്തേക്കുള്ള പർപ്പസിനും കൂടെ ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു കൃഷി ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ നമ്മളോടൊക്കെ കൃഷി ചെയ്യാറുണ്ട്. ഈ കൂർക്ക കൃഷി ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് വെച്ചത് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും അധികം ഇടുന്നില്ല. എന്നാലും ഉണ്ട്, നമ്മുടെ ഈ അടിവളങ്ങൾ ഇട്ട് കൊടുക്കാറുണ്ട്. ചാണകപ്പൊടി അങ്ങനെ മുതലായിട്ടുള്ളതും. പിന്നെ നമ്മുടെ ഒരു കറിവേപ്പില ചെടി അതിനിടയ്ക്ക് നിൽപ്പുണ്ട് കേട്ടോ. അതൊക്കെ ഒരു അത്യാവശ്യം നിൽപ്പുണ്ട്. പിന്നെ ഇവിടെ കൂടുതലും ഈ ജാതിമരങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഈ അത്യാവശ്യം പപ്പായ, പിന്നെ അങ്ങോട്ട് തന്നെ കുറേ കൃഷികൾ വേറെയുണ്ട് കേട്ടോ. ഇത് നമ്മുടെ പച്ചമുളക്, ഇത് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. പച്ചമുളകാണ് നട്ടിരിക്കുന്നത്. ഇതും ഇവിടുത്തെ പച്ചമുളകാണ്. ഇതിന് വേറെന്ത് പേര് പറയാമെന്ന് എനിക്കറിയത്തില്ല. എന്ന് പറഞ്ഞാൽ മുളക് പല വെറൈറ്റികളുണ്ടല്ലോ. അപ്പോൾ അതിലെന്ത് വെറൈറ്റി എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇത് കണ്ടോ, അത് അവിടെ മുതൽ ഏകദേശം ഇങ്ങേറ്റം വരെ മഞ്ഞളിൻ്റെ കൃഷിയാണ്. അത് ഏകദേശം മഞ്ഞൾ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതാണ്. ഞാൻ മുന്നേ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത്രയും പോലും അത് വളർന്നിട്ടില്ലായിരുന്നു. ഇത് മഞ്ഞളിൻ്റെ കൃഷിയാണ്. ഇവിടെ പറമ്പിൽ ഓണത്തുമ്പി കിടന്ന് പറക്കാണ് കേട്ടോ. പക്ഷെ ഞാനത് അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അത് ദൂരോട്ട് മാറി പോവുക. കണ്ടോന്നറിയത്തില്ല. കണ്ടോ, ഞാൻ കൂടുതൽ അടുത്തോട്ട് പോയി പറന്നു പോകും. നമ്മുടെ ഓണത്തുമ്പിയൊക്കെ ഇവിടെ വന്ന് വരുമ്പോണ്ട്. കുറേ നാളായിട്ടുണ്ടാവും അല്ലേ കണ്ടിട്ട് എല്ലാവരും. ഇതാണ് നമ്മുടെ ഓണത്തുമ്പി ഗൈസ്. ഇതാണ് മഞ്ഞൾ കൃഷി. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇത്രയും പോലും സൈസ് പോലും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും വളർന്നിട്ട് അത് ഏകദേശം ഈ ഒരു സൈസിൽ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ ആയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ മഞ്ഞൾ കൃഷി. ഇത് ഇവർ പിന്നെ കൃഷിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്, പിന്നെ വീട്ടിലെ പർപ്പസിനുമായിട്ട്. അപ്പോൾ 2 രീതിയിലും ഇവരെല്ലാ രീതിയിലും ചെറിയ ചെറിയ കൃഷികൾ ഈ ഒരു പറമ്പിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ മഞ്ഞൾ കൃഷി എന്ന് പറയുന്നത്. നന്നായിട്ട് വളർന്ന് ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഒരു മണ്ണിൻ്റെ ഒരു പ്രത്യേകം ഇടാം. കൂടുതൽ വളമൊന്നും ഇടേണ്ട കാര്യമില്ല. ഇവിടുത്തെ മണ്ണ് തന്നെ നല്ലൊരു വളക്കുറവുള്ള മണ്ണാണ്. പക്ഷേ ഞാനത് മുൻപ് വന്നപ്പോഴത്തേക്കും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കേസാണ് ഇവിടുത്തെ മണ്ണ് കേട്ടോ. നല്ല അടിപൊളിയുള്ള മണ്ണാണ്. അപ്പോൾ ഇത് ചെടികൾക്ക് ധാരാളം നല്ല രീതിയിൽ തന്നെ വളരാനുള്ള എല്ലാം തന്നെ ഈ മണ്ണിൽ തന്നെ ഉണ്ട്. പിന്നെ അഡീഷണൽ അവർക്ക് കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് കാര്യങ്ങൾ ഇടേണ്ടതെന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുമ്പ് കുറേ മരങ്ങൾ നിൽപ്പുണ്ടായിരുന്നു. ആ മരങ്ങളുടെ എല്ലാം ഇലകളൊക്കെ വീണിട്ട് നല്ല തണലൊക്കെ ഏറ്റിട്ട് നല്ല വളക്കുറവുള്ളൊരു മണ്ണും കൂടിയാണിത്. കൂടാതെ കുറച്ച് തെങ്ങ് ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അഡീഷണൽ വളമൊക്കെ കൊണ്ടിട്ടിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ എന്തെങ്കിലും കൃഷി ചെയ്യാനായിട്ടുള്ള ഇതിനാണ്. മുൻപ് ഞാൻ വന്ന സമയത്ത് ഇവിടെ കുറച്ച് പയർ നിലത്ത് വളർത്തി കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഏകദേശം വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ളൊരവസ്ഥയാണിത്. പിന്നെ അവിടെയും കുറച്ച് മഞ്ഞളും കൂവയും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമ്മുടെ വാഴ, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ വാഴകൾ ഞാൻ വന്നിട്ടുമ്പോഴത്തേക്ക് ഈ വാഴ നട്ടിക്കുന്ന എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോയിട്ടൊക്കെയാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇത് അങ്ങോട്ടൊക്കെ ഉണ്ട്. ഇനി അങ്ങോട്ട് പോകാൻ വയ്യ. പാമ്പ് വല്ലതും ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ.
ഗായ്സ്, ഇതുപോലെയാണ് അന്ന് ഈ കൃഷി ചെയ്തതെന്ന് കേട്ടോ. എന്നുവെച്ചാൽ കൃഷിക്ക് വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ തടമൊക്കെ എടുത്തിട്ട് കൂർക്കകൾ എങ്ങനെയാണ് നട്ടുപിടിച്ചിരുന്നത്. അന്നൊക്കെ കുഞ്ഞു തൈകളായിരുന്നു. ഈ കിഴങ്ങുകളൊക്കെ പൊടിച്ച് വന്നിട്ട് ഇതുപോലുള്ളൊരു സ്ട്രക്ചറിലാണ് ഇരുന്നത്, ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ. അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ആ ഫോട്ടോ ആ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കാരണം ആ ഒരു ഇതിൽ വെച്ചിട്ട് ചെടികളൊക്കെ അങ്ങനെ പിടിച്ച് നിൽക്കുമ്പോഴേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ തടമെല്ലാം ഓരോ രീതിക്ക് അങ്ങനെയൊക്കെ എടുത്തിട്ട്, പക്ഷെ ഞാൻ അന്ന് കരുതിയത് വെള്ളം വീണിട്ട് ഒഴിക്കേണ്ട സൗകര്യത്തിനായിരിക്കും അങ്ങനത്തെ ഈ ഒരു ചാല് പോലെ അങ്ങനെ വിട്ടിരിക്കുന്നത് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് വാഴ നടനായിരുന്നു എന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായിരുന്നത് കേട്ടോ. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എനിക്കത് വീഡിയോ എടുത്ത് വെക്കാൻ എനിക്ക് തോന്നിയിരുന്നു, അതുകൊണ്ട് എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. ഇതാണ് അതിനുശേഷം അതിനപ്പുറം എടുത്തിരുന്ന കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. ഇതൊക്കെ വാഴകളൊക്കെ നട്ട് പിടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ഇതാണ്. അപ്പോൾ ഒരുപാട് വാഴത്തൈകൾ ഇതുപോലെ എടുത്ത് നട്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച വീഡിയോയിൽ കണ്ട വാഴകളൊക്കെ ഇത് വളർന്നായിരുന്നു. പിന്നെ നമ്മൾ കണ്ട ഈ കൂവച്ചെടികളും പിന്നെ കുറേ മുന്നേ കണ്ട ഒരു മഞ്ഞൾ ചെടികളും അന്നൊക്കെ ഈ ഒരു രീതിയിലൊക്കെയാണ് വെച്ചിരുന്നത്. കുറച്ചുകൂടെ ഒരു ക്ലോസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ മഞ്ഞൾ ചെടി. പിന്നെ അവിടെ ഒരു തരം ചെടി ഇപ്പോൾ ഉണ്ട്, അതിൻ്റെ പേരെനിക്കറിയില്ല, അതറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കൂവച്ചെടി ഈ മഞ്ഞൾ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് അടിപൊളിയായിട്ട് ഇങ്ങനെ അവർ വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ തടമെടുത്തിട്ടാണ് നട്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, ഇവിടെ വേറെയും കൃഷി ഉണ്ട്. അതായത് ഈ മഞ്ഞളുടെ കൂടെ തന്നെ ഇഞ്ചി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയൊക്കെ നന്നായിട്ട് തന്നെ വളർന്ന് നിൽപ്പുണ്ട്. അത് ഇതുപോലെ തടവുകൾ എടുത്തിട്ട് കിഴങ്ങ് നട്ടാണെന്ന് വെച്ചാൽ ഇഞ്ചി ആ ഒരു കിഴങ്ങ് നട്ടിട്ടാണ് ഇങ്ങനെ നട്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമുണ്ട്. പിന്നെ അതിനുശേഷം കുറേ അപ്പുറത്തോട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വന്ന വഴി തന്നെ കൂവ, പിന്നെ ഇവിടെയും ഒരു സൈഡിൽ കുറച്ച്, എന്ന് വെച്ചാൽ ഏറ്റവും ബാക്ക് സൈഡിലാണ് ഇവിടെ കുറേ വാഴത്തൈകളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വാഴത്തൈകൾ അവിടെ അവർ മേടിച്ച് അതവിടെ നട്ടുപിടിപ്പിക്കുകയുണ്ടായി. നേരത്തെ കണ്ട ആ ഒരു ചെടി ഇവിടെ നിൽപ്പുണ്ട്. ഇത് കൂവയാണോ മഞ്ഞളാണോ എന്നെനിക്കൊരു പിടിയില്ല. അതിന് കമൻറ്റ് ചെയ്യാം കേട്ടോ, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഐറ്റങ്ങളും കുറച്ചുണ്ടായിരുന്നു അവിടെ. പിന്നെ ഇവിടെ കണ്ടതായിരുന്നു നമ്മുടെ എന്താ പറയുക, അത് ഈ ഒരു ഇതൊക്കെ അവിടെ ഉണ്ട്, ഞാൻ എടുത്തതായിരുന്നു ഇത് കാണിക്കാനായിട്ട്. പിന്നെ ഇത് വേറെ സൈഡിൽ ഇത് വാഴകളാണ് നട്ടിട്ടുള്ളത്. അങ്ങോട്ട് പിന്നെ ഞാനത് വല്ല പാമ്പുകളുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പിന്നെ അന്ന് റിസ്ക് എടുത്ത് അതിൻ്റെ ഇടയിൽ കൂടെ നടന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ടുള്ള കുറച്ച് കാഴ്ചകൾ കാണാനായിട്ട് ഞാൻ എടുത്തതാണ്. അതെന്ന് പറയുന്നത് മുമ്പ് ഇത് കൃഷിയൊക്കെ ചെയ്തിട്ടുള്ളൊരു പാടമാണ്. അതിപ്പോഴവിടെ നെൽകൃഷിയൊന്നുമില്ല, അതിനങ്ങറ്റം കാണുന്ന ഒരു പാടം. അപ്പോൾ അവിടെ ഉണ്ടാകുന്നതാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട മുളകില്ലേ, അത് മുമ്പ് നട്ടുപിടിപ്പിച്ച ടൈമിൽ ഞാൻ വീഡിയോ എടുത്ത ടൈമിലുള്ളൊരു ഇതാണ്. അന്ന് ഇപ്പം തുടക്കത്തിൽ കണ്ട അത്രയും ഒരു വലിപ്പത്തിലൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ എനിക്കത് എടുക്കണമെന്ന് തോന്നി, അത് ഞാൻ എടുത്തു. പിന്നെ നമ്മുടെ കപ്പയുടെ ചെറിയൽ എടുത്ത് വേറെ ഒന്നുമല്ല, അതിൽ പൂക്കളൊക്കെ വന്നിപ്പോൾ ഉണ്ട് കേട്ടോ. കപ്പ നല്ല സൈസിൽ വളർന്ന് ഇപ്പോൾ ഉണ്ട്. അതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചെറിയ കുഞ്ഞു കായ്കൾ വരും. അപ്പോൾ ആ കായ്കൾ ഞങ്ങൾക്ക് കാണിച്ചിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും കുറച്ച് പൂവ് വന്നിട്ടുള്ളത്. ഞാൻ രണ്ടാമത് എടുക്കുന്ന കായൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ അത് ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ ഇതുപോലെ ഒരു കായയുടെ സ്ട്രക്ചറാണ് കാണുന്നത്. ഇങ്ങനത്തെ ഒരു പൂവാണ് വരുന്നത്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ. കപ്പയിൽ പൂ വരുന്നത് കപ്പ മാത്രം കഴിച്ചവരായിരിക്കും മിക്കവരും അല്ല. അപ്പോൾ അതിൻ്റെ പൂക്കൾ ഇതുപോലെ വരും. പിന്നെ ഇതിലൊരു കായ വരും. ഈ കായകളൊക്കെ ഒരു പ്രത്യേക ഒരു സ്ട്രക്ചറാണ് കേട്ടോ. പിന്നെ ഇവിടെ തന്നെ കുറച്ച് വളവും പിന്നെ കുറേ കൂവുകളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അത് ഇവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെന്നുള്ളത്. ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഈ ഒരു സൈഡിലുള്ള കൂവുകളും പിന്നെ നമ്മുടെ വാഴ, ആ ഒരു ഐറ്റംസാണ് ഈ സൈഡിലുള്ളത്. ഇതൊക്കെ നന്നായിട്ട് ഏകദേശം നിൽപ്പുണ്ടാലും വിളവെടുക്കാറൊന്നും ആയിട്ടില്ല. ഇപ്പോൾ അതൊരു സീസൺ ആകുമ്പോഴത്തേക്ക് അതിനുള്ള ടൈം ആകുമ്പോഴത്തേക്ക് അതെടുക്കും. പിന്നെ ഇവിടെ നമ്മൾ ഈ സീതപ്പഴം, പിന്നെ ഒരുപാട് മരങ്ങളുണ്ട്. ഇതിനേക്കാളും മുന്നേ കുറേ മരങ്ങളുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് അത്യാവശ്യം വേണ്ടിയുള്ള തെങ്ങ്, കവുങ്ങ് അങ്ങനെയൊക്കെയുള്ള മരങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ അധികം മരങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ആ മരങ്ങൾ വെട്ടി മുറിച്ചതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ ഈ വാഴയും മറ്റ് കൃഷികളുമായിട്ട്, അത് നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ആ സ്പേസിലോട്ട് ഈ കൃഷി ഐറ്റംസ് എല്ലാം കയറി. അതായത് ഇപ്പം ഇറങ്ങിയതല്ല.
മുമ്പ് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു പെരുമ്പാമ്പ് മുന്നേ ഇവിടെ കയറിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ അല്ലാതെ പാമ്പുകളൊക്കെ വന്നിട്ടുണ്ട്. കാരണം വയലല്ലേ, നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തൊക്കെ രീതിയിൽ പാമ്പുകൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോഴൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവനെ കരുതിയിട്ട് ഞാൻ ഇങ്ങോട്ട് പോവുകയാണ്. പേടിച്ചിട്ടൊന്നുമല്ല, എന്നാലും ചെറിയൊരു പേടി അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഉള്ളവരൊക്കെ അങ്ങ് അകത്തിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇവരുടെ കൃഷിയും കൂടെ ഒന്ന് കാണിച്ചിടാന്ന് വിചാരിച്ചു. ഇവർ കുറേ കാര്യങ്ങളൊക്കെ ഇറങ്ങിയിരിക്കും. നിങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് പറയാനുള്ള ഒന്നുമില്ല. പിന്നെ ഇവരുടെ കൃഷി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരൊരു ഫാമിലിക്ക് വേണ്ടിയിട്ട്, നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് കൃഷി ചെയ്യാനും മറ്റൊക്കെ ആയിട്ട് മടിക്കുന്ന ഒരാൾക്കാരാണ്. പുറത്തുനിന്ന് പച്ചക്കറികൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഈസിയായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തികളാണ്. പക്ഷെ ആ ഒരു ടൈമിൽ ഇവർ ഫ്രീ കിട്ടുന്ന സമയത്ത് ഇതിങ്ങനെ ഒരു കൃഷികളൊക്കെ ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കുറച്ച് ഫാസ്റ്റായി പോകുന്നുണ്ടല്ലോ സംസാരിക്കുന്നത്, കുഴപ്പമില്ല, പയ്യെ സംസാരിക്കും. അപ്പോൾ അതപ്പോൾ ഇന്നത്തെ ഒരു ജനറേഷൻസിൽ ഇതൊക്കെ ഒന്ന് അന്യമായിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ എൻ്റെ വീട്ടിലിപ്പോൾ ഞാൻ കൂടുതൽ ചെയ്യുന്ന ചെടികളുടെ വീഡിയോസ് അല്ലേ. അപ്പോൾ കൃഷിയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് അവിടെ നടാനുള്ളൊരു സൗകര്യമില്ല. എന്നാലും ഉണ്ട്, പക്ഷെ ഇപ്പോഴെനിക്ക് ടൈമില്ല. അതുകൊണ്ട് ടൈമില്ല എന്നല്ല, ഞാനിപ്പോൾ അവിടെ നാട്ടിലല്ല, പുറത്താണ്. അപ്പോഴത്തേക്ക് എനിക്ക് ഇതുപോലെ കാണിച്ചു തരാൻ എനിക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു എഫേർട്ടൊക്കെ എനിക്ക് കാണിച്ചു തരണ്ടേ നിങ്ങൾക്ക്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആൾക്കാരൊക്കെ ഒന്ന് അറിയണം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നത് തന്നെ. ഈ കൂർക്ക കൃഷി എന്ന് പറയുമ്പോഴത്തേക്ക് അല്ല, ഞങ്ങളെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇല്ലാത്ത സാധനമുണ്ട്. വീട്ടിലങ്ങനെ പിന്നെ ഉണ്ടായി, വീട്ടിലങ്ങനെ കൂർക്ക കൊണ്ടുള്ള കറികളോ മറ്റൊന്നും ഉണ്ടാക്കാറില്ല. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ആദ്യമായിട്ട് കൂർക്ക നമ്മുടെ സാധനം ഞാൻ കഴിച്ചു നോക്കുന്നത് തന്നെ. അപ്പോൾ കുഴപ്പമില്ല, നല്ല ടേസ്റ്റുള്ള സാധനമാണ്. വളരെ എളുപ്പം കൃഷി ചെയ്യാന്നുള്ള ഒരു ഐറ്റം കൂടെയാണ്. അതാണ് നമ്മുടെ കൂർക്ക. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള കൃഷി വീഡിയോസ് ഞാൻ ഇനിയും, ഇത് കൃഷി വീഡിയോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എല്ലാ വീഡിയോസാണ്, ഇതുപോലുള്ള പുതിയ വീഡിയോസിനായിട്ട് കാത്തിരിക്കാൻ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ.